എല്ലാ കൂട്ടുകാർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നമുക്ക് ആദർശിന്റെ നയനയുടെയും ഇന്നത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ. അതിനു മുമ്പായിട്ട് ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് തരാനും മറക്കരുത് കേട്ടോ. അപ്പൊ നമുക്ക് നേരെ നമ്മുടെ വിശേഷത്തിലേക്ക് പോയാലോ. അങ്ങനെ ഇന്നത്തെ വിശേഷത്തില് ദേവേന് കാവില് പ്രായച്ചിത്ത പൂജയൊക്കെ ചെയ്യുവാണ്. അങ്ങനെ പ്രായച്ചിത്ത പൂജ ചെയ്യുന്നതൊക്കെ കനക അങ്ങോട്ടേക്ക് വന്ന് കണ്ടു. കനകയ്ക്ക് ഒരു നിമിഷം തന്റെ കണ്ണുകളെ വിശ്വസിക്കാൻ പറ്റിയില്ല. പിന്നീട് ദേവേനയോ ഇങ്ങനെ പ്രാർത്ഥിക്കുകയാണ്. പ്രായച്ചിത്ത പൂജയൊക്കെ ചെയ്ത് കഴിയുമ്പോഴത്തേനും നയന ചോദിച്ചു, ഇതിന്റെ വല്ല കാര്യം ഉണ്ടായിരുന്നു അമ്മേ എന്ന് ചോദിക്കുകയാണ്. തിരുമേനി പറഞ്ഞേ, അങ്ങനെയൊന്നും പറയാൻ പാടില്ലെന്ന് പറയാണ്. തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന് പ്രായച്ചിത്ത പൂജ ചെയ്തേ മതിയാവുള്ളൂ എന്ന് പറയാം. മോൾക്ക് നല്ലത് മാത്രം വരാൻ വേണ്ടിട്ടല്ലേ അമ്മ ഇങ്ങനെയൊക്കെ ചെയ്യുന്നതെന്ന് ചോദിക്കുകയാണ് ദേവേനി. പിന്നീട് പൂജയൊക്കെ ചെയ്തതിന് ശേഷം നയന കയ്യിൽ നിന്ന് കുറച്ച് പൈസ എടുത്ത് തിരുമേനിക്ക് ദക്ഷിണ കൊടുക്കുകയാണ്. എന്നിട്ട് പറഞ്ഞു, എന്റെ ശമ്പളം കിട്ടിയായിരുന്നു, ആദ്യ ശമ്പളമാണ്, അതിനകത്തുനിന്ന് ഒരു തുകയാണ് തിരുമേനി എന്ന് പറയാ. മോൾക്ക് സർവ്വ ഐശ്വര്യങ്ങളും ഉണ്ടാവും, ഇനിയും മോൾക്ക് പണം വന്ന് ചേരട്ടെ എന്നൊക്കെ പറഞ്ഞ് തിരുമേനി അനുഗ്രഹിക്കുകയാണ്. അങ്ങനെ അവിടുന്ന് രണ്ടുപേരും കൂടെ ഇറങ്ങുവാണ്. ഈ സമയം കനകയോട് ഓട്ടോറിക്ഷക്കാരൻ പയ്യൻ പറഞ്ഞതേ അവര് പോന്നല്ലോ ചേച്ചിന്ന് പറയണ. അവര് പോരട്ടെ, നമുക്ക് എന്താന്ന് ചോദിക്കണ. കനക അങ്ങോട്ട് പതുക്കെ മാറി നിൽക്കുക. അങ്ങനെ അവരങ്ങോട്ട് കാറിലേക്ക് കയറാൻ പോകുന്ന സമയത്ത് കനക ഓടി നേരെ കാവിലേക്ക് ചെല്ലുവാണ്. തിരുമേനി ചാഹ കുറെ നാളായാലേ കണ്ടിട്ടെന്ന് പറയണ. അത് വരാനൊന്നും പറ്റിയില്ല. അല്ല, മോളിപ്പൊ അങ്ങോട്ട് വന്നിട്ട് പോയായിരുന്നല്ലോ, മോളെ കണ്ടില്ലേ കനക എന്ന് ചോദിക്കുകയാണ്. അത് പിന്നെ കണ്ടായിരുന്നു. അല്ല തിരുമേനി, എനിക്കൊരു സംശയം ഉണ്ടെന്ന് പറയണേ. എന്താ? ഇപ്പൊ എന്റെ മോളുടെ അമ്മായിമ്മ ഒന്ന് എന്ത് പൂജ ചെയ്തേ? ഇനിയിപ്പൊ അവള് നച്ചു പോകാനുള്ള വല്ല പൂജകളും മറ്റുമാണ് ചെയ്തേന്ന് ചോദിക്കുക. അങ്ങനെയൊന്നും പേടിക്കണ്ട കനകെ, അങ്ങനെ ഒരു പൂജയല്ല ചെയ്തേന്ന് പറയാ. പിന്നെയോ? അതെ, പ്രായശ്ചിത്ത പൂജ ചെയ്തേന്ന് പറയാണ്. മരുമോളെ കുറെ ദ്രോഹിച്ചതിന് അമ്മായിമ്മ പ്രായശ്ചിത്ത പൂജ ചെയ്താ. സത്യമാണോ തിരുമേനി പറയണേ? സത്യമോ ഞാൻ പറയണേ. ഇനി ഒരു കാരണവശാലും അമ്മായിമ്മ മരുമോളെ വെറുക്കാനൊന്നും പോകുന്നില്ല. അവരെ തമ്മിൽ അകറ്റാനായിട്ട് ഇനി ഒരു ശക്തിക്കും കഴിയില്ല എന്ന് പറയാം. അത് കേട്ടപ്പം ഖനയ്ക്ക് സന്തോഷമായി. കേൾക്കാൻ കാത്തിരുന്ന ഒരു വിശേഷമായിരുന്നു അത്. കാരണം ഇത്രയും നാളും അമ്മായിമ്മ മരുമോളെ ദ്രോഹിച്ചുകൊണ്ടിരിക്കുവായിരുന്നു. അവസാനം അമ്മായിമ്മയ്ക്ക് മനസ്സിലായെന്ന് തോന്നേ മരുമോളാ നല്ലതെന്നുള്ള കാര്യം. അത് മാത്രല്ല, കരള് പകർത്തു കൊടുത്ത കാര്യം ഇനിയിപ്പം ദേവേനെ അറിഞ്ഞിട്ടുണ്ടായിരിക്കോ, അതായിരിക്കോ സ്നേഹം. ഒന്നും കനകയ്ക്ക് അങ്ങോട്ട് മനസ്സിലായില്ല. പിന്നീട് കനക പെട്ടെന്ന് കയറി പോരുവാണ്. ആ സമയം ദേവേനെയും നയനയും കൂടെ പോയി കാറിലേക്ക് കയറുവാണ്. അങ്ങനെ അവരങ്ങോട്ട് പോയ പറയെ തന്നെ കനക വന്ന് ഓട്ടക്കാരൻ പയ്യനോട് പറഞ്ഞു, അതെ ആ കാറിന്റെ പുറകെ തന്നെ വിട്ടോളാൻ പറയണം. അങ്ങനെ കുറച്ച് ദൂരം അങ്ങോട്ട് ചെന്ന് കഴിഞ്ഞപ്പോഴത്തേനും പൂക്കടയുടെ മുന്നിൽ ചെന്നിട്ട് ദേവേനെയും നയനയും കൂടെ ഇറങ്ങുവാണ്. അങ്ങനെ കടയിലേക്ക് എത്തിയപ്പോഴത്തേനും ആ പൂക്കാരി ചേച്ചി ചോദിച്ചു, ആഹാ മോളെ കണ്ടിട്ട് കുറച്ച് ദിവസം ആയല്ലോ, എന്ത് പറ്റി? ഭർത്താവ് വന്നില്ലേന്ന് ചോദിക്കണം. അത് പിന്നെ ആദർശന്റെ കമ്പനിയിലേക്ക് പോയെന്ന് പറയാം. അല്ല, ഇതാരാ കൂടെയുള്ള? പെട്ടെന്ന് ദേവേനി ചാടിക്കറി പറഞ്ഞു, ആന്റിയാന്ന് പറയണ. അമ്മയാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇനി അടുത്ത ദിവസം ഇങ്ങനെ ആദർശം എങ്ങാനും വന്നാൽ തീർന്നു എങ്ങാനും പറഞ്ഞാലോ. ആണോ? ഒരു 5 മുഴം മുല്ലപ്പൂ വേണമെന്ന് ദേവേനി പറയണ. 5 മുഴം മുല്ലപ്പൂ വാങ്ങി. പിന്നീട് അത് കട്ട് ചെയ്ത് വാങ്ങിയിട്ട് പകുതി നയനയുടെ തലയിലേക്ക് ചൂടി കൊടുക്കുകയാണ്. പിന്നീട് നയന പകുതി ദേവേനയുടെ തലയിലേക്കും ചൂടി കൊടുത്തു. അങ്ങനെ പൈസ കൊടുത്തു കഴിഞ്ഞപ്പോഴത്തേനും ബാക്കി വേണ്ടാന്ന് പറഞ്ഞു. ഇത് കേട്ടപ്പം ആ ചേച്ചി പറഞ്ഞു, അതെ ഇതുപോലെ തന്നെയാ മോൻ വന്നിട്ടുണ്ട്, ഇതുപോലെ തന്നെയാണ് നയനയുടെ ഭർത്താവ് വന്നിട്ടുണ്ടെങ്കിലും പൈസ ബാക്കി വാങ്ങത്തൊന്നും ഇല്ലാന്ന് പറയണ. അങ്ങനെ അവർ സന്തോഷത്തോടുകൂടി അങ്ങോട്ട് കയറി പോവാണ്. ആ സമയം കനക അവിടെ വന്ന് വണ്ടി നിർത്തുവാണ്. കനക വണ്ടി നിർത്തിയിട്ട് നേരെ പൂക്കടയിലേക്ക് കയറി ചെന്നു. പൂക്കടയിലേക്ക് കയറി ചെന്നിട്ട് ചോദിച്ചു, അല്ല ഇപ്പൊ ആ പോയ ആരാന്ന് ചോദിക്കുകയാണ്. അതെ, ഇവിടെ സ്ഥിരം പൂ മേടിക്കാൻ വരാറുള്ള പെങ്കൊച്ച, അവളുടെ ഭർത്താവും കൂടെ വരാറില്ല. ഇന്ന് ഒരു ആന്റീനെയും കൂട്ടി വന്നേന്ന് പറയണം. അല്ല എന്താ അങ്ങനെ ചോദിച്ചേ? ഒന്നുമില്ല, ഇനി സ്ഥിരം അവര് വരുമായിരിക്കും എന്ന് പറയണ. അതെന്താ അങ്ങനെ പറഞ്ഞേ? ഒന്നുമില്ല എന്ന് പറയണ. അവർക്കൊന്നും മനസ്സിലായില്ല. കനകയുടെ ഉള്ളിലിരിപ്പ് എന്താന്ന് അവർക്ക് മനസ്സിലായില്ല. കനകയ്ക്ക് പക്ഷെ മനസ്സിലായി, അമ്മായിമ്മയും മരുമോളും അടുത്തിട്ടുണ്ട്. ഇനി ഇപ്പൊ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വന്ന് പൂവൊക്കെ വാങ്ങിക്കും. അമ്മായിമ്മ മരുമോളുടെ തലയിൽ വെച്ച് കൊടുക്കുകയും ചെയ്യും. ആ ഒരു കാര്യത്തില് ഒരു വിശ്വാസക്കുറവും കനകയ്ക്ക് ഉണ്ടായിരുന്നില്ല. പിന്നീട് പോകുന്ന സമയത്ത് നയനയോട് ദേവേനി പറഞ്ഞു, ഒരു കാര്യം ചെയ്യാം, മോള് വീട്ടിലൊന്ന് പോയിട്ട് പോരെ, ആദ്യത്തെ ശമ്പളം കിട്ടിയതല്ലേ, അവിടെ കൊണ്ടേ അമ്മയ്ക്കും അച്ഛനും കൊടുക്കാൻ പറയാണ്. ഇത് കേട്ടപ്പോ നയന പറഞ്ഞു, അത് പിന്നെ എന്താ മോളെ പോകാൻ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ എന്ന് ചോദിക്കുക. അല്ലേ കുഴപ്പമൊന്നുമില്ല, ഞാൻ പോയിക്കോളാന്ന് പറയാം. അതൊരു കാര്യം ചെയ്യാം, ഞാൻ മോളെ അവിടെ കൊണ്ട് ഇറക്കട്ടെ എന്ന് ചോദിക്കും. വേണ്ട, ഞാൻ ഇവിടുന്ന് ഒരു ഓട്ടോറിക്ഷയ്ക്ക് പോയിക്കോളാം. ഇനിയിപ്പം നമ്മൾ രണ്ടുപേരും ഒരുമിച്ച് പോകുന്ന കണ്ടിട്ടുണ്ടെങ്കിൽ പ്രശ്നമാവെന്ന് പറയാണ്. എന്നാ ശരി, മോള് പോയിട്ട് വരാൻ പറഞ്ഞിട്ട് അങ്ങനെ കാറ് നിർത്തി കഴിയുമ്പോഴത്തേനും നയനെ ഇറങ്ങി. പിന്നെ ഓട്ടോയ്ക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുവാണ്. ഈ സമയത്ത് ദേവേനി പറഞ്ഞു, ഒരു കാര്യം ചെയ്യാൻ മോളെ, ഇനി ഈ വെയിൽ കൊണ്ട് നിൽക്കണോ, ഞാൻ കൊണ്ടേ ആക്കാം. വേണ്ട അമ്മയെന്ന് പറയണം. അപ്പോഴേക്കാണ് കനകയും അങ്ങോട്ടേക്ക് വരുന്നത്. കനക വന്നു കഴിഞ്ഞപ്പത്തിന് അവര് വഴിയിൽ നിൽക്കുന്നുണ്ട്. അയ്യോ, ഓട്ടോ വെയിറ്റ് ചെയ്ത് നിൽക്കുന്നാന്ന് തോന്നേ. പെട്ടെന്ന് ഓട്ടോക്കാരൻ പയ്യനോട് പറഞ്ഞു, എടാ നീ ഇവിടെ വണ്ടി നിർത്താൻ പറയണം. എന്താ ചേച്ചി? അല്ലെങ്കിൽ തന്നെ ചേച്ചി കുറെ സമയമായല്ലോ, ഓട്ടോറിക്ഷ കയറിയിട്ട് അവിടെ നിർത്ത് ഇവിടെ നിർത്ത്
എടാ നിനക്ക് ഞാൻ പൈസയല്ലേ തരുന്നത്, പിന്നെന്താ കുഴപ്പം എന്നും പറഞ്ഞോണ്ട് ഇങ്ങനെ ഉണ്ടോന്ന് ചോദിക്കും. എടാ ഇപ്പോഴങ്ങോട്ട് ചെന്ന് പെട്ടിട്ടുണ്ടെങ്കിലേ അവിടെ ഈ ഓട്ടോറിക്ഷയ്ക്ക് കൈ കാണിക്കും, ഞാൻ പെട്ടുപോകും. അതൊരു കാരണവശാലും പാടില്ല എന്ന് പറയാണ്. വേറെ ഏതെങ്കിലും ഓട്ടോറിക്ഷ വരട്ടെ, അവൾ കയറി പോയതിന് ശേഷം നമുക്ക് പോയാൽ മതി എന്ന് പറയണം. ഓ അങ്ങനെ ഇത്ര സമയം കഴിഞ്ഞപ്പോൾ തന്നെ ഒരു ഓട്ടോറിക്ഷ വന്നു. ആ ഓട്ടോറിക്ഷയിലേക്ക് നയനെ കയറ്റി വിട്ടിട്ട് ദേവേനെ പറഞ്ഞു, പോയിട്ട് പെട്ടെന്ന് വരണം കേട്ടോ എന്ന് പറയണം. ഞാൻ പെട്ടെന്ന് വരാം അമ്മയെന്നൊക്കെ പറഞ്ഞിട്ട് നയനെ അങ്ങോട്ടേക്ക് പോവാണ്. അങ്ങനെ നയനെ ഇങ്ങോട്ട് പോയി കഴിഞ്ഞപ്പോഴത്തേനും കനകയും ആ ഓട്ടോറിക്ഷയുടെ പുറകെ അങ്ങോട്ട് പോവാണ്. പിന്നീട് നയനെ വീട്ടിലേക്ക് വന്നു. വീട്ടിലേക്ക് വന്നു കഴിഞ്ഞപ്പോഴത്തേനും ഗോവിന്ദൻ അവിടെ പ്രതിമകളുടെ പണിയൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. നയന വന്നിട്ട് ചോദിച്ചു, അല്ല അമ്മ എന്തി അച്ഛാന്ന് ചോദിക്കണം. അമ്മ പുറത്തേക്ക് പോയല്ലോ മോളെ, എന്താ മോളെന്ന് ചോദിക്കുകയാണ്. ഒന്നുമില്ല, അമ്മേനെ കാണാഞ്ഞിട്ട് ചോദിച്ചാ. അല്ല മോളിതിപ്പോ എവിടെ പോയതാ? അത് പിന്നെ ഞാനിവിടുത്തെ കാവുണ്ടല്ലോ അവിടെ വന്നാന്ന് പറയണ, പ്രായച്ചിത്ത പൂജ ചെയ്യുന്ന കാവ്. ഓ മനസ്സിലായി, ഇതെന്ത് പറ്റി തന്നെ? ആദർശം വന്നില്ലേന്ന് ചോദിക്കണ. ഇല്ലച്ചാ, ഞാൻ കമ്പനിയിൽ നിന്ന് ഇങ്ങോട്ട് വന്നാന്ന് പറയണ. അപ്പോഴേക്കും കനക അങ്ങോട്ടേക്ക് ഓടി വരുവാണ്. ദേ ഞാൻ എത്തിന്നും പറഞ്ഞോണ്ട്. കനക വന്നിട്ട് ചോദിച്ചു, എന്താ മോളെ ഒരു മുന്നറിയിപ്പ് ഇല്ലാതെ വന്നേ? അത് പിന്നെ അമ്മ പെട്ടെന്നൊന്ന് പോരണോന്ന് തോന്നിയെന്ന് പറയണ. പിന്നെ എന്റെ ആദ്യത്തെ ശമ്പളം കിട്ടി, അത് തരാനും കൂടെ വന്നാന്ന് പറയണ. ഇത് കേട്ടതും ഗോന്ന് പറഞ്ഞു, ആദ്യത്തെ ശമ്പളം കിട്ടിയ? ആഹാ കൊള്ളാലോ, അപ്പൊ ഇപ്പൊ ശമ്പളക്കാരിയൊക്കെ ആയല്ലേന്ന് ചോദിക്കുകയാണ്. ഇത് കേട്ടപ്പം കനക പറഞ്ഞു, അത് പിന്നെ എന്റെ മോളും മിടിക്കല്ലേ ഗോവിന്ദേട്ടാ, അത് പിന്നെ പ്രത്യേകിച്ച് പറയേണ്ട കാര്യമുണ്ടോന്ന് ചോദിക്കും. പിന്നീട് ചോദിച്ചു, അല്ല മോൾ എങ്ങനെയാ വന്നേന്ന് കനക ചോദിക്കുക. ഞാൻ ഓട്ടോറിക്ഷയ്ക്ക് അമ്മ വന്നേന്ന് ചോദിക്കാം. അല്ല മോള് പൂവൊക്കെ മേടിച്ചു വെച്ചോ? ഓ ആദർശമോ മേടിച്ചു വെച്ചാണെന്ന് ചോദിക്കാണ്. അതെ ആദർശേട്ടൻ മേടിച്ചു തന്നാന്ന് പറയാം. ഓ അങ്ങനെ, ഇപ്പോഴല്ലേ മനസ്സിലാന്നേ ആദർശമോ മേടിച്ചു തന്നാന്നുള്ള കാര്യം. എന്താ അമ്മേ? ഒന്നും ഇല്ലാന്ന് പറയണം. കനയ്ക്ക് ശരിക്കും ചിരി വരുന്നുണ്ടായിരുന്നു നയനയുടെ അഭിനയം കണ്ടുകഴിയുമ്പം. പക്ഷെ കള്ളത്തരം ഇപ്പൊ വെളിപ്പെടുത്താൻ സാധിക്കില്ലല്ലോ. അതുകൊണ്ട് കനക അവിടെ കിടന്ന് നന്നായിട്ട് അങ്ങോട്ട് അഭിനയിക്കുവാണ്. പിന്നീട് കയ്യിലിരുന്ന പൈസ എടുത്ത് ഗോവിന്ദന്റെ കയ്യിലേക്ക് നീട്ടിട്ട്, അച്ഛാ ഇത് പിടിക്കാൻ പറയാണ്. ഇതെന്താ മോളെ? ഇതെന്റെ ആദ്യത്തെ സാലറിയാന്ന് പറയാണ്. അങ്ങനെ ഗോവിന്ദൻ ആ പണം വാങ്ങി കഴിഞ്ഞപ്പോഴത്തേന് നയനെ കാലിലേക്ക് വീണ് അനുഗ്രഹം മേടിക്കുകയാണ്. ആ സമയം ഗോവിന്ദൻ അതിനകത്തുനിന്ന് 1000 രൂപ എടുത്തു. എന്നിട്ട് പറഞ്ഞു, മോളെ എനിക്ക് ഈ 1000 രൂപ മതി എന്ന് പറയണം. അതെന്ത് പരിപാടി അച്ഛാ? 1000 രൂപ അച്ഛൻ ആ പൈസ വെച്ചോളാൻ പറയണ. വേണ്ട മോള് തന്നാണല്ലോ എന്ന് കരുതിയിട്ട് 1000 രൂപ വാങ്ങിയത്, ഇതിന്റെ പോലും ആവശ്യമില്ല. പിന്നെ ഇത് മോൾക്ക് വേണ്ടിയിട്ട് 1-2 വഴിപാടുകളൊക്കെ കഴിക്കാൻ നേർന്നിട്ടുണ്ടായിരുന്നു, അപ്പൊ അതിന് വേണ്ടിയിട്ടാ ഈ പൈസ എടുത്തേന്ന് പറയണം. കനക പറഞ്ഞു, അതേ മോളെ ഈ പൈസ വേണ്ടാന്ന് പറയണം. ഗോവിന്ദൻ പറഞ്ഞു, ഇപ്പൊ ഞങ്ങൾക്ക് പൈസയ്ക്കൊന്നും ആവശ്യമില്ല, അല്ലെങ്കിൽ തന്നെ ആദർശമോ ഞങ്ങൾക്ക് വേണ്ടിയിട്ട് എത്ര മാത്രം കാര്യങ്ങളാ ചെയ്തു തരുന്നേ. ഇതിനിടയ്ക്ക് ഇനിയിപ്പം എന്ത് ചെയ്യാനാ? മോളോടും കൂടെ ഈ പൈസ മേടിച്ചിട്ടും ദൈവം പോലും പൊറുക്കില്ല എന്ന് പറയണം. അത് കുഴപ്പമില്ലച്ചാ, പക്ഷെ ഞങ്ങൾക്ക് കുഴപ്പമുണ്ട് എന്ന് കനക പറയണം. മോളൊരു കാര്യം ചെയ്യ, ഈ പൈസ ഞങ്ങളുടെ കയ്യിലല്ല തരണ്ടേന്ന് പറയണം. പിന്നെ ആടേലും അമ്മേ? അതെ ഞങ്ങളുടെ കയ്യിൽ തരണ്ട, മോൾ ഇത് കൊണ്ടുപോയിട്ടെ മോളുടെ അമ്മായിമ്മയുടെ കൊടുക്കാൻ പറയണം. അമ്മയുടെ കയ്യില? അതെ, അതിന് അമ്മയുടെ കയ്യിൽ കൊടുത്ത അമ്മ വാങ്ങിക്കും തോന്നില്ല എന്ന് പറയണം. അതൊക്കെ വാങ്ങിച്ചോളൂ, മോള് കൊടുത്താൽ മതി എന്ന് പറയണം. ഗോവിന്ദൻ പറഞ്ഞു, ഇനിയിപ്പോ വാങ്ങിച്ചില്ലേലും കുഴപ്പമില്ല, പക്ഷെ നമ്മൾ ചെയ്യേണ്ടത് അങ്ങനെയാന്ന് പറയാണ്. മോള് കൊണ്ട് കൊടുത്തു നോക്കാൻ പറയണം. ഈ സമയം കനക പറഞ്ഞു, അത് ശരിയാ, കൊടുക്കും മോളേന്ന് പറയണ. ഗോവിന്ദൻ പറഞ്ഞു, മോള് പൊരുവേലത്ത് വന്നല്ലേ, കനക നീ വലുതും കുടിക്കാൻ എടുക്കാൻ പറയണ. ഈ സമയം നയന് പറഞ്ഞു, വേണ്ടമ്മേ എനിക്ക് കുടിക്കാനൊന്നും വേണ്ട, ഞാൻ പോയേക്കുവാ, സമയമില്ലെന്ന് പറയണ. അതെന്ത് പോക്കാൻ മോളെ പോണെന്ന് ചോദിക്കുകയാണ് ഗോവിന്ദൻ. അത് സാരമില്ലാന്ന് പറയണ. അങ്ങനെ നയനെ പെട്ടെന്ന് തന്നെ പോവാ. നന്ദുവിനെ പോലും കാണാൻ കയറില്ല, നന്ദുവിന് വയ്യാതെ കിടക്കുമല്ലേ, ആ സമയത്ത് കാണാൻ കയറാനായിട്ട് പറ്റില്ലല്ലോ. അതുകൊണ്ട് കനകയോടും ഗോവിന്ദനോടും യാത്ര പറഞ്ഞ് നയനെ പെട്ടെന്ന് പോയി. അങ്ങനെ നയനെ പോയി കഴിഞ്ഞപ്പോഴത്തേനും കനക പറഞ്ഞു, കൊള്ളാം മോളുടെ അഭിനയം കലക്കിയിട്ടുണ്ടെന്ന് പറയണ. അഭിനയമോ? എന്തഭിനയം? എന്റെ ഗോവിന്ദേട്ടാ, അവൾക്ക് ഡിസൈനിങ് മാത്രമല്ല അറിയാവുന്നേ, നന്നായിട്ട് അഭിനയിക്കാനും അറിയാന്ന് പറയണ. നീ എന്താ കനയെ പറയണേ? നമ്മുടെ മോളെന്തിനാ നമ്മുടെ അടുത്ത് അഭിനയിക്കുന്നേ? എന്തിനാന്നോ? അറിയത്തില്ലാഞ്ഞിട്ടാ. അവള് മാത്രല്ല അവളുടെ അമ്മായിമ്മ നല്ല അസലൊരു അഭിനയക്കാരിയാന്ന് പറയണ. ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, വെറുതെ രാവിലെ തന്നെ അനാവശ്യം പറയരുത് കിട്ടുമെന്ന് പറയണ. ഗോവിന്ദേട്ടൻ അറിയത്തില്ലാത്തോണ്ടാ ഞാൻ എന്നാ പ്രായച്ചിത്തക്കാവിലേക്ക് പോയിട്ടുണ്ടായിരുന്നു പറയണ. എന്നിട്ടോ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോ ഞാൻ ഒരു കാഴ്ച കണ്ടു, അമ്മായിമ്മ മരുമോൾക്ക് വേണ്ടി പ്രായച്ചിത്ത പൂജ ചെയ്യുന്നേ. നീ എന്തൊക്കെയാ പറയണ? സത്യമാണ് കനകയെന്ന് ചോദിക്കും. അതെ ഗോവിന്ദേട്ടാ, ആ കാഴ്ച കണ്ടത് എന്റെ കണ്ണ് നിറഞ്ഞു. അത് മാത്രമല്ല വരുന്ന വഴിക്ക് അവളുടെ തലയില് മുല്ലപ്പൂ ഒക്കെ മേടിച്ചു വെക്കുന്നതും കണ്ടു. അവര് തമ്മില് പണ്ടത്തെ പോലെ ഒന്നുമല്ല, ഭയങ്കര സ്നേഹത്തില നമ്മുടെ മുന്നില് മോള് കിടന്ന് അഭിനയിക്കുന്നതാന്ന് പറയണ. ഇത് കേട്ടപ്പോ ഗോവിന്ദൻ പറഞ്ഞു, അങ്ങനെയാണ് നല്ല കാര്യമുള്ള കനക, ഇതെന്നാലും ഞാൻ ഒരിക്കലും പ്രതീക്ഷ കാര്യമില്ലെന്ന് പറയാം. കനക പറഞ്ഞു, അത് ഞാനും അങ്ങനെയൊക്കെ തന്നെയാ, രണ്ടുപേരും നന്നായിട്ട് അഭിനയിച്ചുകൊണ്ടിരിക്കുക, അതുകൊണ്ടാണ് ഞാനും ഇവിടെ ഒന്ന് അഭിനയിച്ച. തൽക്കാലത്തേക്ക് മോൾ അറിയണ്ട അവർ രണ്ടുപേരും ഒന്നിച്ച കാര്യം നമ്മൾ അറിഞ്ഞെന്നുള്ളത് എന്നൊക്കെ പറയാണ്. പിന്നീട് നയന വീട്ടിലേക്ക് വന്നു. നയന വീട്ടിലേക്ക് വന്നു കഴിഞ്ഞപ്പോഴത്തേനും നയനയ്ക്ക് കുടിക്കാനുള്ള ജ്യൂസും മറ്റുമൊക്കെ തയ്യാറാക്കി
ദേവേനെ കൊണ്ടേ കൊടുക്കുകയാണ്. നയനെ അതെല്ലാം വാങ്ങിച്ച് സന്തോഷത്തോടെ കുടിക്കുകയാണ്. അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെ നമ്മൾ കണ്ടേ. ഇതിന്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രമോയി വരാട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നിർത്തുന്നു.